മണിപ്പൂരിൽ പുതിയ സർക്കാർ. ബിജെപി നേതാവ് യുംനാം ഖേംചന്ദ് സിംഗ് അടുത്ത മുഖ്യമന്ത്രിയാകും. നിയമസഭാ കക്ഷി നേതാവായി യുംനാം ഖേംചന്ദ് സിംഗിനെ തെരഞ്ഞെടുത്തു. മെയ്തേയ് കുക്കി വിഭാഗങ്ങൾ തമ്മിലുള്ള സംഘർഷത്തെ തുടർന്ന് ഒരു വർഷമായി തുടരുന്ന രാഷ്ട്രപതി ഭരണം അവസാനിക്കാനിരിക്കെയാണ് പുതിയ സർക്കാർ രൂപീകരിക്കാനുള്ള നീക്കം. വിനീത വിജയ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. വിനീതായി സൂചിപ്പിച്ചതുപോലെ രാഷ്ട്രപതി ഭരണം ഈ മാസം അവസാനിക്കാനിരിക്കെയാണ്. അതിനിടയിലാണ് ഇങ്ങനെയൊരു തീരുമാനം വന്നിരിക്കുന്നത്. വിവരങ്ങൾ. അമൃത, മെയ്തേയ് കുക്കി വിഭാഗങ്ങൾ തമ്മിലുള്ള സംഘർഷം കാരണമാണ് മണിപ്പൂരിൽ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയിരുന്നത്. ആ രാഷ്ട്രപതി ഭരണം ഇപ്പോൾ ഒരു വർഷം പിന്നിടുകയാണ്. അതിനിടയിൽ ഈ സർക്കാർ രൂപീകരിക്കണമെന്നുള്ള ആവശ്യം അത് മെയ്തേയ് വിഭാഗം മുന്നോട്ട് വയ്ക്കുകയും പിന്നാലെ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില കൂടിക്കാഴ്ചകളൊക്കെ തന്നെ നടക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് പിന്നീട് ഈ സർക്കാർ രൂപീകരണത്തിനുള്ള സാധ്യതകൾ കൂടി വന്നിട്ടുണ്ടായിരുന്നത്. പിന്നാലെയാണ് ചില ചർച്ചകളും ഒപ്പം തന്നെ ഈ മുഖ്യമന്ത്രി ആരാകുമെന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സംബന്ധിച്ചുകൊണ്ടുള്ള ചില നിർണായക കൂടിക്കാഴ്ചകൾ ഒക്കെ തന്നെ നടന്നിട്ടുണ്ടായിരുന്നത്. പിന്നാലെയാണ് ഇന്ന് മണിപ്പൂരിന്റെ തലസ്ഥാനമായ ഇംഫാലിൽ ചേർന്ന യോഗത്തിൽ നിയമസഭാ കക്ഷി നേതാവായി യുംനാം ഖേംചന്ദ് സിംഗിനെ തെരഞ്ഞെടുത്തത്. യുംനാം ഖേംചന്ദ് സിംഗ് മണിപ്പൂരിലെ അടുത്ത മുഖ്യമന്ത്രിയാകും. സിംഗ്ജൈമ നിയോജക മണ്ഡലത്തിൽ നിന്നുള്ള MLA ആണ് അദ്ദേഹം. നേരത്തെ അദ്ദേഹം സ്പീക്കറായും ഒപ്പം തന്നെ മന്ത്രിയായും അദ്ദേഹം സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ മെയ്തേയ് കുക്കി വിഭാഗങ്ങൾ തമ്മിലുള്ള സംഘർഷം കാരണം ഏതാണ്ട് ഒരു വർഷമായി രാഷ്ട്രപതി ഭരണം നിലനിൽക്കുകയായിരുന്നു. ഇതിനിടയിൽ സർക്കാർ രൂപീകരിക്കാനുള്ള ചില സാധ്യതകളൊക്കെ തന്നെ മുന്നോട്ടുണ്ടായിരുന്നുവെങ്കിലും ഈ സംഘർഷ സാഹചര്യം കണക്കിലെടുത്തുകൊണ്ട് രാഷ്ട്രപതി ഭരണം പിന്നീട് തുടരുകയും ചെയ്തിരുന്നു. വിനീത വിജയാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.